കൊച്ചിയിലേക്കാണ് നമ്മൾ പോകുന്നത്. ഗായത്രി നമ്മളോടൊപ്പം കൊച്ചിയിൽ നിന്ന് ചേരുകയാണ്. മറ്റൊന്നുമല്ല, ഇലക്ഷന്റെ വിശേഷങ്ങൾ തന്നെ പറയാനാണ് ഗായത്രി നമ്മളോടൊപ്പം ചേരുന്നത്. ഏറ്റവും പ്രധാനമായും ഇലക്ഷന്റെ വോട്ടെടുപ്പിന് മുൻപുള്ള ഈ മറ്റു പ്രധാനപ്പെട്ട തയ്യാറെടുപ്പുകൾ, കൊട്ടിക്കലാശം എങ്ങനെയുണ്ടായിരുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഗായത്രി പങ്കുവയ്ക്കും. ഗായത്രി, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് മനു. എങ്ങനെയുണ്ടായിരുന്നു ഇന്നലത്തെ കൊട്ടിക്കലാശം? ആവേശം കൊട്ടിക്കേറിയ കൊട്ടിക്കലാശം എന്ന് തന്നെ പറയേണ്ടി വരും. അത്രയ്ക്കൊരു വളരെ വലിയൊരു ആവേശം, ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ഉത്സവം അല്ലെങ്കിൽ ജനാധിപത്യത്തിൻ്റെ ഉത്സവം എന്നൊക്കെ തെരഞ്ഞെടുപ്പിനെ പറയുന്നത് ഇതുകൊണ്ടൊക്കെ ആവണം. അത്തരത്തിൽ വളരെ വലിയൊരു ആവേശം വിതറിയ ഒരു കൊട്ടിക്കലാശം എന്തായാലും ഇന്നലെ എറണാകുളം ജില്ലയിൽ സംഭവിച്ചു എന്നുള്ളത് തന്നെയാണ്. അതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പ്രഖ്യാപനം വന്നപ്പോൾ മുതൽ ആദ്യഘട്ട സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയത് ഇടതുപക്ഷമാണ്. അപ്പോൾ ആദ്യത്തെ ദിവസം തുടങ്ങിയ അല്ലെങ്കിൽ ആദ്യ മേൽക്കൈ നേടിയ, ആദ്യ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തി നേടിയ മേൽക്കൈ മുതൽ ഇന്നലെ നടന്ന കൊട്ടിക്കലാശത്തിൽ വരെ കൃത്യമായൊരു മേൽക്കൈ പുലർത്താൻ ഈ ഇടതുപക്ഷത്തിന് എറണാകുളം ജില്ലയിൽ കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് ഇന്നലെ കൊട്ടിക്കലാശത്തിലും കാണാൻ കഴിഞ്ഞത്. അത്രത്തോളം ആവേശം വിതറിയ ഒരു ദിവസം തന്നെയായി ഇന്നലെ മാറുകയായിരുന്നു. ഒരു മെഗാ റോഡ് ഷോയാണ് ഇന്നലെ സംഘടിപ്പിക്കപ്പെട്ടത്. സാധാരണ മറ്റിടങ്ങളിൽ വൈകിട്ട് ഉണ്ടാകുന്ന ഒരു റോഡ് ഷോ കൊട്ടിക്കലാശിക്കുന്നത് പോലെ അതിനും അപ്പുറം ഇന്നലെ രാവിലെ തന്നെ തുടങ്ങിയ, തൃപ്പൂണിത്തുറയിൽ നിന്ന് തുടങ്ങിയ ഒരു മെഗാ റോഡ് ഷോ ഈ എറണാകുളം മണ്ഡലം മുഴുവൻ ചുറ്റി പ്രധാനപ്പെട്ട നഗരവീഥികളിലെല്ലാം, പ്രധാനപ്പെട്ട ഗ്രാമങ്ങളിലെല്ലാം എത്തിയാണ് വൈകിട്ട് അവസാനം ഒടുവിൽ പാലാരിവട്ടത്ത് കൊട്ടിക്കലാശിച്ചത് എന്നുള്ളത് തന്നെയാണ്. അതായത് ഈ നഗരത്തെ ഇല്ലെങ്കിൽ ഈ ഒരു മണ്ഡലത്തെ ഒരിക്കൽ കൂടി കണ്ട് അവസാന വോട്ട് ഉറപ്പിക്കുന്ന രീതിയിൽ അവസാനമായി കൂടുതൽ ഒരു സഹകരണം അഭ്യർത്ഥിച്ചുകൊണ്ട്, അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഷൈൻ ടീച്ചർ ഇന്നലെ എന്തായാലും പാലാരിവട്ടത്ത് കൊട്ടിക്കലാശിച്ചൊരു കാഴ്ച ജില്ലയിലെ തന്നെ ഒരു തെരഞ്ഞെടുപ്പ് കാഴ്ചകളുടെ ഏറ്റവും മികച്ചൊരു കാഴ്ചയായി മാറി എന്നുള്ളത് തന്നെയാണ്. അത്തരത്തിൽ ആവേശം വിതറിയ ഒരു കൊട്ടിക്കലാശം എന്തായാലും ഇന്നലെ എറണാകുളം ജില്ലയിൽ സംഭവിച്ചു. അതിനുശേഷം ഏറ്റവും നിശബ്ദമായ ഒരു പ്രചരണം ഇന്ന് സംഭവിക്കാൻ പോകുന്നു. സ്ഥാനാർത്ഥികളെല്ലാം തന്നെ ഏറ്റവും മൈക്ക് അനൗൺസ്മെന്റുകളോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ലാതെ തന്നെ അവസാന വോട്ട് ഉറപ്പിക്കുവാൻ വേണ്ടി നിശബ്ദമായി ഇന്നൊരു പ്രചരണം നടത്തുന്നു. നാളെ രാജ്യത്തിന്റെ ഭാവി തന്നെ നിർണ്ണയിക്കപ്പെടുന്ന തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ അവരുടെ ഭാഗധേയം നിർണ്ണയിക്കാൻ നാളെ തെരഞ്ഞെടുപ്പിന് വേണ്ടി പോളിംഗ് ബൂത്തുകളിലേക്ക് എത്തുകയാണ്. നാളെ രാവിലെ 7 മണി മുതൽ വൈകിട്ട് 6 മണി വരെയാണ് ഈ ഒരു വോട്ട് കാസ്റ്റിംഗ് നടക്കുക, വോട്ട് രേഖപ്പെടുത്തൽ നടക്കുക. എറണാകുളം ജില്ല ഈ ഒരു തെരഞ്ഞെടുപ്പിന് വേണ്ടി സുസജ്ജമാണെന്ന് ഇന്നലെ കളക്ടർ അറിയിച്ചു കഴിഞ്ഞു. വെള്ളിയാഴ്ച രാവിലെ, നാളെ രാവിലെ 7 മുതൽ വൈകിട്ട് 6 വരെ ജില്ലയെ സംബന്ധിച്ചിടത്തോളം 13,82,692 സ്ത്രീകൾ, ജില്ലയിൽ കൂടുതലുള്ളത് സ്ത്രീകളാണ്. ഒപ്പം തന്നെ 12,82,060 പുരുഷന്മാർ, 13 ട്രാൻസ്ജെൻഡേഴ്സ്, ഇങ്ങനെ ആകെ 26,34,783 പേർ, 26 ലക്ഷത്തിലധികം പേരാണ് എറണാകുളം ജില്ലയിൽ വോട്ട് ചെയ്യുന്നത്. എറണാകുളം ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഒരു എറണാകുളം മണ്ഡലം, ചാലക്കുടി മണ്ഡലം, പിറവം ഉൾപ്പെടുന്ന കോട്ടയം മണ്ഡലം, ഒപ്പം തന്നെ ഈ കോതമംഗലമൊക്കെ വരുന്നത് ഇടുക്കി മണ്ഡലത്തിലാണ്. അങ്ങനെ 4 ജില്ലകളിലെ പ്രധാനപ്പെട്ട മണ്ഡലങ്ങളുള്ള ഒരു ജില്ലയാണ് എന്തായാലും എറണാകുളം ജില്ല. 4 ലോക്സഭാ മണ്ഡലങ്ങൾ ഈ ഒരു ജില്ലയുടെ ഭാഗമാകുന്നു എന്നുള്ളത് തന്നെയാണ്. ഈ 4 മണ്ഡലങ്ങളിലേക്കും വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളെല്ലാം തന്നെ എന്തായാലും ജില്ലയിൽ പൂർണ്ണമായും ഒരുങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. ഈ വോട്ടെടുപ്പിന് ശേഷം എറണാകുളം മണ്ഡലത്തിലെ പോളിംഗ് സാമഗ്രികൾ സൂക്ഷിക്കുക കുസാറ്റിലും, കളമശ്ശേരി കുസാറ്റിലും, ചാലക്കുടി മണ്ഡലത്തിലെ പോളിംഗ് സാമഗ്രികൾ സൂക്ഷിക്കുക UC കോളേജിലുമായിരിക്കും. ജൂൺ 4-നാണ് ഈ ഒരു വോട്ടെണ്ണൽ ഉണ്ടാവുക. അതുവരെയുള്ളൊരു കാത്തിരിപ്പ് എന്നുള്ളത് രാജ്യത്തിൻ്റെ എന്തായാലും ഈ അടുത്ത കാലത്തുണ്ടായ ഏറ്റവും വലിയ കാത്തിരിപ്പ് തന്നെയാകും ഈ ഒരു 1.5 മാസക്കാലത്തോളം ഉണ്ടാകാൻ പോവുക എന്നുള്ളത് തന്നെയാണ്. ഈ രാജ്യം ചർച്ച ചെയ്യേണ്ട വിഷയങ്ങളെല്ലാം തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചയായി, പ്രത്യേകിച്ച് എറണാകുളത്തും ചർച്ചയായി എന്നുള്ളത് തന്നെയാണ്. ഒരു ലോക്സഭാ മണ്ഡലം, എറണാകുളം പോലൊരു ലോക്സഭാ മണ്ഡലം ഉണ്ടാകുമ്പോൾ ഈ ലോക്സഭാ മണ്ഡലത്തിലെ അല്ലെങ്കിൽ ജില്ലയിലെ പ്രധാന പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നതിനോടൊപ്പം തന്നെ രാജ്യത്തെ ബാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങളെല്ലാം തന്നെ ചർച്ചയായി എന്നുള്ളത് തന്നെയാണ്. എറണാകുളം മണ്ഡലത്തിലെയും മറ്റു മണ്ഡലങ്ങളിലെയും എല്ലാം തെരഞ്ഞെടുപ്പിനെ ഇത്രത്തോളം പ്രാധാന്യമുള്ളതാക്കുന്നത്. കാരണം ആ ഒരു രീതിയിൽ നാളെ പോളിംഗ് ബൂത്തിലേക്ക് പോകുമ്പോൾ എറണാകുളം മണ്ഡലം, മധ്യ കേരളം എങ്ങനെ ചിന്തിക്കുന്നു എന്നതിനെ കുറിച്ചാണ് ഗായത്രി സംസാരിച്ചത്. ഓക്കെ, താങ്ക് യു ഗായത്രി, നമുക്ക് വീണ്ടും കാണാം.